Hello guys and welcome back to Best Topics. ഇന്ത്യൻ കാറുകളുടെ സേഫ്റ്റിയെ പറ്റി എന്തായാലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ബോധമുണ്ട്. അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അത് സേഫ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഇപ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള വാഹനങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 14 വേൾഡ് അതായത് ഈ ലോകത്തിലെ തന്നെ സേഫസ്റ്റ് ആയിട്ടുള്ള കാർ ബ്രാൻഡ്സ് ആണ്. വെറും കാറുകൾ മാത്രമല്ല, കാറുകളെ സേഫ് ആക്കി എപ്പോഴും വെക്കുന്ന 14 ബ്രാൻഡ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇക്കൂട്ടത്തിൽ ടാറ്റ ഉണ്ടോ അല്ലെങ്കിൽ ടാറ്റ എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണുക. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 14th പൊസിഷനിൽ വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോണ്ടയാണ്. ഹോണ്ട ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ പോലും സേഫ്റ്റിക്ക് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ആൻഡ് ആഫ്രിക്കൻ സ്പെക് അമേസ് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഏകദേശം 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയതുമാണ്. സോ ഹോണ്ടയും അത്യാവശ്യം സേഫ് ആയിട്ടുള്ള കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ജാപ്പനീസ് കമ്പനി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ബ്രാൻഡ് തന്നെയാണ്. ആൻഡ് ഹോണ്ട കാഴ്സ് ഇന്ത്യ ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് അവരുടെ ലൈനപ്പിലുള്ളത്. നമുക്ക് എന്തായാലും ഇനി അടുത്ത കമ്പനിയിലേക്ക് പോവാം. 13th പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് ആൽഫ റോമിയോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് നിലവിൽ ഇന്ത്യയിലില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ബേസിക്കലി ലക്ഷറി വാഹനങ്ങൾ ഫോക്കസ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളിലാണ് ഈ കമ്പനി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പല ഗ്ലോബൽ മാർക്കറ്റുകളിലും ഈ ഒരു ബ്രാൻഡ് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിലും ഇക്കഴിഞ്ഞ കാലം വരെ ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഏതാണെന്ന്. ഫിയറ്റ് ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ബ്രാൻഡ് ആയിരുന്നു. ആൻഡ് FCA ഗ്രൂപ്പാണ് ഈ ഇറ്റാലിയൻ ബേസ്ഡുള്ള മിക്ക കമ്പനികളും നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽഫ റോമിയോ എന്ന് പറയുന്ന ബ്രാൻഡും ഫിയറ്റിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന, അല്ലെങ്കിൽ FCA ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇനി അടുത്തത് 12th പൊസിഷനിൽ നിൽക്കുന്നത് കിയ മോട്ടോഴ്സ് ആണ്. കിയ മോട്ടോഴ്സ് ഇന്ത്യയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കാൻ വരണ്ട. കിയ മോട്ടോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ അത്ര അധികം സേഫ്റ്റി ഫോക്കസ് ചെയ്യാൻ വരുന്നൊരു ബ്രാൻഡൊന്നും അല്ല. പക്ഷേ പല ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിലേക്ക് പോവുകയാണെങ്കിലും കിയ സേഫ് പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. അവരുടെ പല ഗ്ലോബൽ സ്പെക് മാർക്കറ്റുകളിലുള്ള വാഹനങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യയിലാണ് കിയ അത്ര അധികം ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിർമ്മിക്കാത്തത്. അതായത് സേഫ്റ്റിയിൽ അങ്ങനെ അത്ര നന്നായിട്ട് ഫോക്കസ് ചെയ്യാത്തൊരു കമ്പനിയാണ് കിയ ഇന്ത്യയിൽ. ബട്ട് ഗ്ലോബൽ സ്പെക് പ്രൊഡക്ട്സ് ആസ് യു നോ നല്ല വാഹനങ്ങളാണ്. ആൻഡ് അത്യാവശ്യം സേഫ്റ്റിയും ഫോക്കസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ വന്നിരിക്കുന്ന കമ്പനി BMW ആണ്. BMW നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലക്ഷറി കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് BMW. ആൻഡ് ഇതൊരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. നമ്മുടെ ഇന്ത്യയിൽ വരുന്ന മറ്റുള്ള ജർമ്മൻ ബേസ്ഡ് കമ്പനികളൊന്നും BMW അണ്ടറിൽ വരുന്നതല്ല, പ്രത്യേകിച്ച് ഫോക്സ് വാഗൻ ഗ്രൂപ്പ്. സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലും അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് BMW. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ 11th സേഫസ്റ്റ് കാർ കമ്പനി ആയിട്ട് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കമ്പനിയിലേക്ക് പോകാം. 10th പൊസിഷനിൽ നിൽക്കുന്നത് ഔഡി ആണ്. ഔഡി ബേസിക്കലി ഒരു ജർമ്മൻ ബേസ്ഡ് കാർ കമ്പനിയാണ്, അല്ലെങ്കിൽ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് ഔഡി. ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, സച്ചസ് ലംബോർഗിനി, ഔഡി, ബുഗാട്ടി, ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അക്കൂട്ടത്തിൽ വരുന്ന ഒരു കമ്പനിയാണ് ഔഡി. ആൻഡ് ഔഡിയും ബേസിക്കലി സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ആൻഡ് ഇന്ത്യയിലും ഇവർക്ക് അത്യാവശ്യം ഒരുപാട് മോഡലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലക്ഷറി ബ്രാൻഡ് കൂടിയാണ് ഔഡി. ഇനി അടുത്തതായി 9th പൊസിഷനിൽ വരുന്ന കാർ കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ പൊതുവെ അത്രയധികം സേഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. പക്ഷേ ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ വീണ്ടും കിയ പോലെ തന്നെ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഹ്യുണ്ടായി. ഇവരുടെ ഗ്ലോബൽ പ്രൊഡക്ട്സ് ഒക്കെ നോക്കാനാണെങ്കിൽ പല മോഡലുകൾക്കും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തോ അത്രയധികം സേഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യാത്തൊരു കമ്പനി ആയിപ്പോയി. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനോ അതുപോലെ തന്നെ വാഹനങ്ങളുടെ വില കുറയ്ക്കാനോ ഒക്കെയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കുറച്ച് വിദ്യകളാണ് അതെല്ലാം. പക്ഷേ എന്ത് പറയാനാ, ലോക കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഹ്യുണ്ടായും ഇൻക്ലൂഡഡ് ആണ്. 8th പൊസിഷനിൽ വരുന്ന അക്യൂറ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബേസ്ഡ് ബ്രാൻഡാണ്. ആൻഡ് ഈ ഒരു കമ്പനിയും പൊതുവെ ലക്ഷറി വാഹനങ്ങൾ തന്നെ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതലും ലക്ഷറി ബ്രാൻഡ്സ് ആണ് വരുന്നത്. ആൻഡ് പാസഞ്ചർ കാർ നിർമ്മാതാക്കൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ പകുതിയിൽ താഴെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ ഈ പാസഞ്ചർ കാർ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളും കുറച്ചും കൂടി സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ പല ലക്ഷറി കാർ കമ്പനികളാണെങ്കിലും ഈവൻ പാസഞ്ചർ കാർ കമ്പനികളാണെങ്കിൽ പോലും ഗ്ലോബൽ സ്പെക് വാഹനങ്ങളൊക്കെ നന്നായിട്ട് നിർമ്മിക്കുമെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പം സേഫ്റ്റിയിൽ അവർ കുറച്ച് പുറകിലേക്ക് പോകാറുണ്ട്. ഇനി അടുത്തതായി 7th പൊസിഷനിൽ വരുന്നത് ലിങ്കൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് ബേസിക്കലി അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർ കമ്പനിയാണ്. ആൻഡ് പൊതുവെ ലക്ഷറി കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് ലിങ്കൻ. പിന്നെ ഈ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ പല കമ്പനികളും നമ്മൾ ഇന്ത്യൻസ് അങ്ങനെ അധികം കേട്ട് പരിചയമുള്ള കമ്പനികളായിരിക്കാനുള്ള സാധ്യതയില്ല. ബട്ട് കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമുള്ളവർക്കൊക്കെ
നന്നായിട്ട് അറിയാമായിരിക്കും. ബട്ട് കുറച്ച് പേർക്ക് എന്തായാലും അറിയാൻ സാധ്യതയില്ല. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സുബാറു ആണ്. ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് ആൻഡ് ഇത് മാസ് മാർക്കറ്റ് കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതായത് നമ്മുടെ നോർമൽ പാസഞ്ചർ വാഹനങ്ങളും അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സുബാറു. ബട്ട് പ്രീമിയം കാർ കമ്പനികൾ എന്ന് പറയുമ്പോൾ, പ്രീമിയം കാറുകൾ എന്ന് പറയുമ്പോൾ നോട്ട് ലൈക്ക് ദി ലക്ഷറി കാർ ബ്രാൻഡ്സ്, അത്രയും പ്രീമിയം ലെവലിലുള്ളൊരു കമ്പനിയൊന്നും അല്ല. ഇതൊരു നോർമൽ കമ്പനിയാണ്. അതായത് പാസഞ്ചർ കാർസ് കൂടുതൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സുബാറു. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മെഴ്സിഡീസ് ബെൻസ് ആണ്. മെഴ്സിഡീസ് ബെൻസ് ഇപ്പോൾ നമുക്കെന്ന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കമ്പനിയാണ് മെഴ്സിഡീസ് ബെൻസ്. പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ പോലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാർ കമ്പനിയാണ്. ആൻഡ് ഇവരുടെ വാഹനങ്ങളുടെ മോഡൽസ്, അതായത് ഇന്ത്യയിലുള്ള വാഹനങ്ങളിലാണെങ്കിലും ഈവൻ ഗ്ലോബൽ മാർക്കറ്റിലുള്ള വാഹനങ്ങളിലാണെങ്കിൽ പോലും സേഫ്റ്റി എന്ന് പറയുന്ന ആസ്പെക്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു ലക്ഷറി ബ്രാൻഡാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ പല മോഡലുകളാണെങ്കിൽ പോലും ഇന്ത്യയിൽ വരുന്നുണ്ട്. പല മോഡലുകളല്ല, ഒരുപാട് മോഡലുകൾ ഇന്ത്യയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ എസ് ക്ലാസ് ഇറങ്ങിയായിരുന്നു, GLS മെയ്ബ ഇറങ്ങിയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ അവർ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് അവതരിപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. BMW ഇതുപോലുള്ളൊരു കമ്പനി തന്നെയാണ്. പക്ഷേ ഔഡിക്ക് ഒരു മെയിൻ പ്രോബ്ലം ഇപ്പോൾ ഡീസൽ എഞ്ചിൻസ് അല്ല എന്നതാണ്. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി നമ്മുടെ അടുത്ത കാർ കമ്പനിയിലേക്ക് പോകാം. അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്നത് മാസ്ദയാണ്. മാസ്ദ എന്ന് പറയുമ്പം ഇത് വീണ്ടും ഒരു ലക്ഷറി കാർ കമ്പനി അല്ല, ഒരു മാസ് മാർക്കറ്റ് കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഇത് ബേസിക്കലി ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്. നമ്മുടെ ഹോണ്ട അതുപോലെ തന്നെ നിസാനൊക്കെ ഒരു ജാപ്പനീസ് കമ്പനികളാണ്. അതുപോലെ തന്നെ മാസ്ദയും മറ്റൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു കമ്പനി ഇന്ത്യയിൽ വരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ വരാത്ത പല കമ്പനികളും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കമ്പനികൾ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് മറ്റുള്ള വിവരങ്ങളിലൂടെയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ തന്നെ ആയിരിക്കും ഇതെല്ലാം. പക്ഷേ കുറച്ച് കമ്പനികളായിരിക്കും അധികം ആരും കേൾക്കാത്ത കുറച്ച് കമ്പനികൾ. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്നത് ടെസ്ലയാണ്. ടെസ്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കമ്പനിയാണ് ഇതെന്ന്. ഇതൊരു ലക്ഷറി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ടെസ്ല. ആൻഡ് ഇത് ബേസിക്കലി ഇന്ത്യയിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇവരുടെ പല മോഡലുകളും ഇന്ത്യയിലെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വൈകാതെ തന്നെ ടെസ്ലയുടെ ഇലക്ട്രിക് കാറുകളും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ ബേസിക്കലി ഒരു ലക്ഷറി കാർ കമ്പനി ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസി ആയിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ഇതും ഒരു US ബേസ്ഡ് കമ്പനി തന്നെയാണ്. അതായത് ഒരു അമേരിക്കൻ കമ്പനിയാണ് ടെസ്ലയും. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വോൾവോ ആണ്. വോൾവോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സേഫ്റ്റി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വോൾവോ. പ്രത്യേകിച്ച് നിങ്ങളിനി യൂട്യൂബിലൊക്കെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവർ തന്നെ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് അഷ്യൂർ ചെയ്തിട്ടാണ് ഇവരുടെ വാഹനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇതും ഒരു ലക്ഷറി കമ്പനി ആണെങ്കിൽ പോലും സ്വീഡൻ ബേസ്ഡ് കമ്പനിയാണ് വോൾവോ. പക്ഷേ ഒരുപാട് സേഫ്റ്റി ടെസ്റ്റുകൾ ചെയ്ത് സേഫ്റ്റി എന്ന ഒരു ആസ്പെക്റ്റിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ. ഇനി അടുത്തതായി 1st പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ജീനസിസ് ആണ്. ഈ ജീനസിസ് ബേസിക്കലി ഒരു സൗത്ത് കൊറിയ ബേസ്ഡ് കമ്പനിയാണ്. അതായത് നമ്മുടെ ഹ്യുണ്ടായി മോട്ടോഴ്സും കിയ മോട്ടോഴ്സും ഒക്കെ വരുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ ജീനസിസും വരുന്നത്. ആൻഡ് ഇത് ബേസിക്കലി ഒരു ലക്ഷറി കാർ കമ്പനിയാണ്. അതായത് ഇതൊരു മാസ് മാർക്കറ്റ് കമ്പനി അല്ല, നമ്മുടെ മറ്റുള്ള ലക്ഷറി പ്രീമിയം ബ്രാൻഡ്സ് പോലുള്ള ഒരു പ്രീമിയം കമ്പനിയാണ് ജീനസിസും. ആൻഡ് ഇവർ കൂടുതലും സേഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അതായത് മാക്സിമം സേഫ്റ്റി എങ്ങനെയാണ് ഇവരുടെ വാഹനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ തീർച്ചയായിട്ടും ആ മെഷേഴ്സൊക്കെ ഇവർ എടുത്തിട്ട് തന്നെയാണ് ഇവരുടെ വാഹനങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ടാറ്റ മോട്ടോഴ്സ് ഇല്ലല്ലോ എന്നത്. ടാറ്റ ബേസിക്കലി ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കമ്പനി അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നത്. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കമ്പനിയല്ല. ബേസിക്കലി ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും ഇറാഖിലും ടർക്കിയിലും UAE അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ളൊരു കമ്പനി തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ്. പക്ഷേ ഇവരുടെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ സാനോൺ, അതുപോലെ അവരുടെ പ്രൈമ എന്ന് പറയുന്ന ട്രക്ക്, ഇങ്ങനെയുള്ള കമേഴ്ഷ്യൽ വാഹനങ്ങളാണ് കൂടുതലും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതലും പുറത്തുള്ള ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കൊക്കെ അവർ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള കമേഴ്ഷ്യൽ ബേസ്ഡ് വാഹനങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലുള്ളത് പോലത്തെ ഹാരിയറോ അല്ലെങ്കിൽ ആൾട്രോസോ പോലുള്ള വാഹനങ്ങളല്ല പുറം രാജ്യങ്ങളിൽ അവർ വിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യയിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടല്ല മറ്റുള്ള പുറത്തെ രാജ്യങ്ങളിൽ അവർ ക്രാഷ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ആൻഡ് ഇപ്പം അവിടെയുള്ള വാഹനങ്ങളെല്ലാം ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്രാഷ് ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിലധികം ഒരുപാട് സേഫ്റ്റി ടെക്നും വേണം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഓട്ടോണോമസ് ടെക്കൊന്നും വരുന്നില്ല വാഹനങ്ങളിൽ. അവിടെ ഓട്ടോണോമസ് ടെക്നോളജി ഉണ്ടെങ്കിലും, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോണോമസ് ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊക്കെ ഈ ചെറിയ വാഹനങ്ങളിൽ വരെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ കണ്ടീഷൻസ് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. കുറച്ച് ഒന്ന് മൈൽഡ് ആയിട്ടുള്ള ക്രാഷ് ടെസ്റ്റുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഗ്ലോബൽ എൻക്യാപ്പ് നടത്തുന്നത്.
അത് ബേസിക്കലി ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെയാണ്, നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മുടെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നമ്മുടെ കൺട്രി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരുടെ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിൻ്റെ പേര് ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തത്. പക്ഷേ ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളുടെ കണ്ടീഷനൊക്കെ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് നമ്പർ 1 സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു കാർ കമ്പനി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ, പല ലക്ഷറി കാറുകളും ഇന്ത്യയിൽ ഒരുപാട് നല്ല സേഫ്റ്റി ടെക്നോളജിയും സേഫ്റ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് അവരുടെ കുഞ്ഞൻ കാറായ ടിയാഗോയിൽ തന്നെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചൊരു വാഹനമാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു വാഹനത്തിനും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിട്ടില്ല. 2 അല്ലെങ്കിൽ 3 ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാകുന്നത്. ശരിക്കും 3 സ്റ്റാർ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള, അതായത് ടിയാഗോയുടെ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മാക്സിമം 2 സ്റ്റാർസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതിന് മുകളിലുള്ള പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ സെഗ്മെൻറ്റിലാണ് പിന്നെയും കുറച്ച് വാഹനങ്ങൾക്ക് ഇന്ത്യൻ ഗ്ലോബൽ എൻക്യാപ്പിൽ അല്ലെങ്കിലും മറ്റുള്ള കുറച്ച് ക്രാഷ് ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻസിൽ 3 സ്റ്റാർ എങ്കിലും ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ടിയാഗോയുടെ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സ്റ്റാർ 1 സ്റ്റാർ അല്ലെങ്കിൽ ഫെയിലാണ്. അതുപോലെ തന്നെ നെക്സോൺ ആണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം സേഫ്റ്റി എന്ന സംഭവം എന്താണ് എന്ന് നമ്മുടെ ഇന്ത്യൻസിനെ പഠിപ്പിച്ച ഒരു വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ ആണ്. അതുകൊണ്ട് തന്നെ നെക്സോൺ ആയിരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വാഹനം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്യത്യസ്തമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്ഡേറ്റ്സ് ഓഫ് അപ്കമിംഗ് കാർസ്.